11ാം നാളിലേക്ക് കടക്കുകയാണ് അർജുനായുള്ള തെരച്ചിൽ. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ഇന്നും രക്ഷാദൌത്യം തുടരും. കനത്ത മഴ തിരിച്ചടിയായതോടെ ഇന്നലെ ദൌത്യസംഘത്തിന് സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെരുമഴയും ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കുമാണ് വെല്ലുവിളിയായത്. ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായേക്കും. ഷിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു തത്സമയം. ഹാഷ്മി, ഈ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഇന്നത്തെ ഒരു തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു. ഈ പോൺടൂൺ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ. ഏത് രീതിയിലായിരിക്കും തെരച്ചിൽ? അതേസമയം തന്നെ 3 ദിവസം ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ശക്തമായ മഴയുമുണ്ടല്ലോ അവിടെ. കൃഷ്ണ, തെരച്ചിൽ ഏത് രീതിയിലാണെങ്കിലും ഈ മഴ മാറി നിൽക്കാതെ പുഴയിലെ കുത്തൊഴുക്ക് മാറാതെ ആ ദൗത്യം ഇനി ഒരടി പോലും മുന്നോട്ട് നീങ്ങാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 എന്നിങ്ങനെയുള്ള സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. അവിടെ സ്പോട്ട് 3യിൽ കരയിൽ നിന്ന് 500 മീറ്റർ അകലെ 50 മീറ്റർ താഴെ സ്പോട്ട് 3 എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപക്ഷെ നമ്മൾ സംശയിക്കുന്നത് എന്താണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിനുണ്ട് എന്ന് സംശയിക്കുന്നത്. പക്ഷേ ആ ക്യാബിനിലേക്കൊക്കെ എത്തണമെങ്കിൽ ഉറപ്പായും വേണ്ടത് നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും അതിശക്തമായ പെരുമഴ പെയ്ത്താണ്. ഇപ്പോൾ മാത്രം ഇന്നലെ രാത്രിയും ഭയങ്കരമായ പെയ്ത്ത് ഇവിടെ ഉണ്ട്. അപ്പൊ ആ പെയ്ത്തിൽ ഉറപ്പായും ഈ ഗംഗാവലി പുഴയിലേക്ക് ഈ നീരൊഴുക്ക് കൂടുന്നു, ഇൻഫ്ലക്സ് കൂടുന്നു. അങ്ങനെയെങ്കിൽ 6 to 8 നോട്ടിക്കൽ എന്നതിനപ്പുറത്തേക്ക് ആ നോട്ടിക്കൽ വല്ലാതെ ഉയരാനിടയുണ്ട്. അങ്ങനെ ഉയരുകയാണെങ്കിൽ ഒരു തരത്തിലും നേവി ഡൈവർ സംഘത്തിന് ഈ സമയത്ത് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കുത്തൊഴുക്ക് കുറയാത്ത ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ബി പ്ലാൻ എന്ന ആലോചനയുണ്ട്. ആ ബി പ്ലാൻ ആലോചനയിലാണ് ഈ ഫണ്ടൂൺ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഫണ്ടൂൺ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണ്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇട്ടുകൊണ്ട് ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. കനത്ത മഴ തിരിച്ചടിയായതോടെ ഇന്നലെ ദൗത്യസംഘത്തിന് സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാത്രിയോടെ തെരച്ചിൽ നിർത്തിയിരുന്നു. ഇപ്പോൾ തെരച്ചിലിന് വീണ്ടും മഴ വിഘാതമാകുമോ എന്ന സംശയമുണ്ട്. 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കനത്ത മഴ രക്ഷാദൗത്യത്തിനൊരു പ്രശ്നമാകുമോ എന്ന ചോദ്യം ഉയരുന്നു. ഗംഗാവലി നദിയിലെ കുത്തൊഴുക്ക് മറ്റൊരു വെല്ലുവിളിയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുകയാണ്. ഹാഷ്മി, തുടരാം. കൃഷ്ണ പറഞ്ഞു വന്നത് ഗംഗാവലി നദിയിലെ കുത്തൊഴുക്ക് തന്നെയാണ് വലിയ വെല്ലുവിളി. ഇന്നലെ രാത്രിയൊക്കെ അസാധ്യമായി പെയ്ത്തെന്ന് പറഞ്ഞാൽ രാത്രി വെളുക്ക നിൽക്കുന്ന പെയ്യുന്ന പെയ്ത്തായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, മലയോര മേഖലയിൽ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ വലിയ മഴയാണ്. അപ്പോൾ ആ മഴയുടെ വെള്ളം ഒഴുകിയെത്തുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ 6 to 8 നോട്ടിക്കൽ എന്നുള്ളതിൽ നിന്ന് അത് 10 മുകളിലേക്ക് ഉയരാൻ ഇടയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാവികസേനാംഗങ്ങൾക്ക് ഡൈവ് ചെയ്യുക എന്നുള്ളത് അചിന്ത്യമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 2 to 3 നോട്ടിക്കൽ തന്നെ അതാണ് ഐഡിയൽ. പക്ഷേ ആ നോട്ടിക്കൽ തന്നെ ചാടൽ വളരെ ദുഷ്കരമാണ്. അപ്പോൾ പിന്നെ 10 മുകളിലേക്ക് ഈ അടിയൊഴുക്ക് ഇങ്ങനെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകുന്നത് സൂയിസൈഡിലാണ്, ആത്മഹത്യാപരമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 to 8 നോട്ടിക്കലിൽ നിന്ന് ഭീകരമാവണ്ണം ആ തോത് ഉയരുമ്പോൾ ഒരു തരത്തിലും നാവികസേനയുടെ ഡൈവർ സംഘങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തൽ സാധ്യമല്ല. മാത്രമല്ല ഈ മഴ ഇങ്ങനെ രാവിലെയൊക്കെ വലിയ പെയ്ത്താണ്, വലിയ കാറ്റാണ്. അങ്ങനെയെങ്കിൽ ആ ഡ്രോൺ പരിശോധനയും രാവിലെ തന്നെ അനിശ്ചിതത്തിലാവുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും ക്രിസ്റ്റീന. അതിന് കാരണം ഇന്നലെ രാത്രി ഈ ഡ്രോൺ പരിശോധന നടത്തും എന്ന് അറിയിച്ചിരുന്നു. അത് നമ്മുടെ അർജുന് വേണ്ടിയുള്ള സ്പെസിഫിക് ആയ തെരച്ചിലായിരുന്നു, മനുഷ്യ സാന്നിധ്യം തേടിയുള്ള തെരച്ചിലായിരുന്നു. അല്ലെങ്കിൽ നദിയുടെ താപനില രാത്രിയാകുമ്പോഴേക്കും ഒന്ന് തണുക്കും. ആ സമയമാകുമ്പോഴേക്കും മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുതൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന തെർമൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയായിരുന്നു ഇന്നലെ രാത്രിയിൽ ആലോചിച്ചിരുന്നത്. പക്ഷേ ആ പരിശോധന നടക്കാതെ പോയത് ഈ പറഞ്ഞ ദുഷ്കരമായ കാലാവസ്ഥയാണ്. പിന്നെ നടക്കാനുള്ളത് ഇന്നലെ കാർവാർ MLA വളരെ വിദഗ്ധമായി ഇന്നത്തെ ഒരു ബി പ്ലാൻ പറഞ്ഞിരുന്നു നമ്മളോട്. നമ്മൾ രാത്രി ഇന്നലെ അദ്ദേഹത്തെ കണ്ടിരുന്നു ആ ദുരന്ത ഭൂമിയിൽ വെച്ച്. എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മണന്റെ കട മുതൽ ഈ പറയപ്പെടുന്ന വണ്ടിയുണ്ട് എന്ന് പറയുന്ന സ്പോട്ട് വരെയുള്ള നീളത്തിൽ ആ സ്ഥലത്ത് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ഈ സാനി എക്സ്കവേറ്റർ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അവിടെ ഫണ്ടൂൺ ഇടുന്നു. ഫണ്ടൂൺ ഇട്ടുകൊണ്ട് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ അങ്ങോട്ടേക്ക് പോയി വണ്ടിയുള്ള ഭാഗത്തിനടുത്ത് വരെ എത്തി നാവികസേന ഡൈവർമാർ അങ്ങോട്ട് ഡൈവ് ചെയ്യുക എന്നതിന് അപ്പോഴും ലക്ഷ്യം. അതല്ലാതെ ഈ സാനി എക്സ്കവേറ്ററിന്റെ കൂടെ ഒരു ചെറിയ JCB ഉണ്ട്. ആ JCB ഇതിന് മുകളിൽ എടുത്തു വെച്ച് JCB അവിടെ പ്രവർത്തിപ്പിക്കൽ സാധ്യമാണോ എന്നറിയില്ല. നമ്മൾ നാട്ടിലൊക്കെ തോട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചില സംവിധാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല, ഇത് മാസീവ് ഉപകരണമാണ്. അപ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, അതിന്റെ പ്രായോഗിക വശം നമുക്ക് കൃത്യമായും അറിയില്ല. എന്തായാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ കൊണ്ടിടാൻ പോകുന്നു. അതിനിടയിലാണ്
ഇപ്പോൾ കൃഷിന കാർവാർ SP അടക്കമുള്ളവർ ഒരു സംശയം ഇന്ന് നമ്മളോട് പറയുന്നത്, ഇന്നലെ രാത്രി ഈ ദുരന്തഭൂമിയിൽ പോകുമ്പോൾ പറയുന്നത്, ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് അർജുൻ ചായ കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം അവർ ഇപ്പോൾ കുറച്ചുകൂടി ബലത്തിൽ സംശയിക്കുന്നു. ആ രീതിയിൽ കൂടി അന്വേഷണം നടത്തുന്നുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് ലക്ഷ്മണന്റെ ഭാര്യ ശാന്ത ഏറ്റവും അവസാനമായി ചെയ്തൊരു ഫോൺ കോളാണ്. ആ ഫോൺ കോളിൽ കടയിൽ ഭക്ഷണം കഴിക്കാൻ കുറേ ആളുകൾ വന്നിട്ടുണ്ടെന്നും അവർ 8 ദോശ പറഞ്ഞിട്ടുണ്ട് എന്നതുമായിരുന്നു ശാന്തയുടെ അവസാനത്തെ ഫോൺ കോൾ. അപ്പോൾ ആ കടയിലുള്ള ആ കടയിലുണ്ടെന്ന് സംശയിച്ചിരുന്ന ബാക്കി 3 പേരുടെ കാര്യത്തിൽ അതിലൊരാൾ കടയിലെ ജോലിക്കാരനാണ്. ബാക്കി 3 പേരിൽ 2 പേരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ട്. പിന്നെ ഒരാൾ കൂടി ഉണ്ട് എന്ന് ബലമായി തന്നെ സംശയിക്കുന്നു. അത് നമ്മുടെ അർജുനാണോ എന്നുള്ളതാണ് ഇവരുടെ സംശയം. അതിന് കാരണം ഇതിന് ഈ പറയുന്ന ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് ഓപ്പോസിറ്റ് റോഡിന് മറുകരയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം അത് എപ്പോഴുമുള്ള വെള്ളച്ചാട്ടമാണ്. അത് ഏത് വേനൽക്കാലത്തും വെള്ളം വറ്റാത്ത വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ടാണ് അത് ഈ മേഖല ഡ്രൈവർമാരുടെ ഈ വലിയ ട്രക്ക് ഡ്രൈവർമാരുടെ ഒരു സ്ഥിരം കേന്ദ്രമായി മാറുന്നത്. അതിന് കാരണം അവിടെ ഇറങ്ങാം, അവിടെ ഫ്രഷ് ആവാം, അവിടെ കുളിക്കാം, അവിടെ വണ്ടി ഒതുക്കിയിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒതുക്കിയിട്ട് കുളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വസ്ത്രമൊക്കെ അത്യാവശ്യം ഇറക്കിക്കൊണ്ട് ഇപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് വന്ന് ലക്ഷ്മണന്റെ ചായക്കടയിൽ ചായ കുടിച്ച് റിലാക്സ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ അട്രാക്ഷൻ. അപ്പോൾ അവിടെ നിന്ന് ഈ സമയം അവിടെ നിന്ന് ലോറിയിൽ നിന്നിറങ്ങിയ ഒരാൾ അവിടെ നിന്ന് മുഖം കഴുകി ഇങ്ങോട്ടേക്ക് വന്ന് ലക്ഷ്മണന്റെ ചായക്കടയിൽ കയറിപ്പോയി എന്നൊരു ദൃക്സാക്ഷി പറഞ്ഞ ഒരു മൊഴി അവരുടെ പക്കലുണ്ട്. അപ്പോൾ അത് അർജുനാണോ എന്ന് ബലമായ സംശയം അവർക്കുണ്ട്. അവർ പറയുന്ന ചില സംശയങ്ങൾ കേട്ടാൽ അത് അങ്ങനെ സംശയിക്കാനുള്ള ബലമായ കാരണങ്ങൾ ഉണ്ട് എന്ന് തോന്നും. അങ്ങനെ എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ പരിശോധിക്കുകയാണ് ക്രിസ്റ്റീന. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ 8 നാൾ 9 നാൾ സജീവമായി തുടർന്നു. 9ാം നാൾ വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു ചെറിയ സൂചന കിട്ടുന്നു. 10ാം നാളാകുമ്പോഴേക്കും ദുഷ്കര കാലാവസ്ഥയിൽ നമുക്ക് ആ സൂചനയിലേക്ക്, സ്ഥിരീകരണത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അർജുനുള്ള വണ്ടിയിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. 10ാം നാൾ 11ാം നാളും ഏതാണ്ട് അതേ സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ പുതിയ സംശയം ഉണ്ടാകുന്നു, അർജുൻ ഇനി വണ്ടിയിലില്ലേ എന്നുള്ള സംശയം, അർജുൻ വണ്ടിക്ക് പുറത്തായിരുന്ന സംശയം ബലപ്പെടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുന്നു കൃഷിന. നമ്മുടെ അർജുൻ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിൽക്കുന്നു. എന്ന് പറയുമ്പോൾ പോലും AK അഷ്റഫ് MLA പോലെയുള്ളവർ പറയുന്നു 100% അർജുൻ വണ്ടിയുടെ ക്യാബിനിൽ തന്നെയാണ് എന്ന് AK അഷ്റഫ് MLA പോലെയുള്ളവർ പറയുന്നുണ്ട്. ജിതിനും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനോട് സംസാരിക്കുമ്പോൾ അവരുടെയും ഒരു പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. പക്ഷെ പോലീസ് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ സംശയം കൂടുതൽ, ഈ മൊഴികൾ അല്ലെങ്കിൽ ഇങ്ങനെ മൊഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരിശോധന നേരത്തെയൊക്കെ നടത്തേണ്ടതാണ്. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആ പരിശോധന കൂടുതൽ ശക്തമാക്കുന്നതെന്ന് അറിയില്ല. ബലമായി ഞാൻ സംശയിക്കുന്നത് ഈ പറയുന്ന ഈ വെള്ളത്തിന്റെ അടിത്തട്ടിൽ ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യമില്ല, ഒരുപക്ഷെ നമ്മളോട് കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് മറ്റോ ഡ്രോൺ പരിശോധനയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അതെന്തായാലും അപ്പം അങ്ങനെ പരിശോധനകൾ തുടരുകയാണ്. എന്തായാലും വീണ്ടും ഈ ദൗത്യം എളുപ്പമാകില്ല. നമ്മൾ 9ാം നാൾ ഫണ്ട് കണ്ടെത്തിയപ്പോൾ വളരെ പെട്ടെന്ന് പിറ്റേന്നാൾ വാഹനം ഉയർത്തും, ഒരു തീരുമാനമുണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ അത് എന്തായാലും ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ അത് സാധ്യമല്ല എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ ഡ്രോൺ പരിശോധന പോലും അസാധ്യമാകുന്ന സാഹചര്യമുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരപാൽ ഇന്നലെ ഒരു അടിയന്തര യോഗത്തിന് ഡൽഹിയിലേക്ക് പോയി. പക്ഷെ അത് ആ ദൗത്യത്തെ ബാധിക്കാത്തവണ്ണം മറ്റൊരു റിട്ടയർഡ് മേജർ ജനറൽ അതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഇന്നിവിടേക്ക് എത്തുന്നുമുണ്ട്. ഇന്ന് രാത്രി ഈ ഡ്രോൺ ഉപയോഗിച്ച് ഈ മനുഷ്യന്റെ താപനില തേടിയുള്ള ഒരു പരിശോധനയിൽ കാര്യങ്ങൾ പോയിരുന്നു. പക്ഷെ അതും രാത്രി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കൃഷിന രാവിലെ നമ്മൾ ഇവിടെ വന്ന് 6 മണിക്ക് ഇവിടെ വന്നതാണ്. അപ്പോൾ മുതൽ തുടങ്ങിയ പെയ്ത്താണ്. ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നു. ആകാശം ഇങ്ങനെ രാവിലെ തന്നെ കാറും കോളും മൂടിക്കെട്ടി ഇങ്ങനെ നിൽപ്പാണ്. എപ്പോൾ വേണമെങ്കിലും അതിശക്തമായ മഴ പൊട്ടി വീഴാവുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ കാലാവസ്ഥ അങ്ങേയറ്റം ദുഷ്കരമാണ്. അതേപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ ആവട്ടെ, തെരച്ചിലാവട്ടെ അങ്ങേയറ്റം ദുഷ്കരമാണ്. ഇന്നലെ രാത്രി ഉടനീളം ഈ കനത്ത മഴ, അതിഭീകര മഴ പെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ അവിടെ ഈ ദുരന്തഭൂമിയിൽ നമ്മൾ അവിടേക്ക് എത്തിപ്പെട്ടിരുന്നു കൃഷിന. അത് പ്രേക്ഷകരെ കാണിച്ചാണ് ആ ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങളൊക്കെ. ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ പുഴയുടെ തീരത്തോട് ചേർന്ന മേഖലകളിൽ വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ കണ്ടതാണ് അതിൻ്റെ വലിയ യന്ത്ര ബക്കറ്റുകൾ ഓരോ തവണയും മണ്ണിലാഴ്ന്നിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വീഴുന്നത് ലക്ഷ്മണന്റെ കടയിലെ ബക്കറ്റുകളാണ്. ലക്ഷ്മണന്റെ കടയോട് ചേർന്ന് ഒരു വാഴ ഉണ്ടായിരുന്നു. ആ വാഴയുടെ ഭാഗങ്ങൾ, ഒരു നീലട്ടാർപ്പ ഉണ്ടായിരുന്നു, നീലട്ടാർപ്പാറിന്റെ ഭാഗങ്ങൾ, ഹോട്ടലിൽ ചോറ് വാർത്തു വെക്കുന്ന വലിയ പാത്രമുണ്ട്, നമ്മുടെ നിറയെ ദ്വാരങ്ങളുള്ള വലിയ പാത്രമുണ്ട്. ആ പാത്രം ചെളുങ്ങിയ മട്ടിലുള്ള ആ പാത്രം ഏതാണ്ട് ലക്ഷ്മണന്റെ ചായക്കട ആ ഏരിയയിൽ തന്നെയായിരുന്നു ഇന്നലെ ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന. അപ്പോൾ ആ സ്ട്രെച്ചിൽ ഉടനീളം കൂടുതൽ പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ
ഉറപ്പായും എന്താണ് പരിശോധനയുടെ ലക്ഷ്യം ഉറപ്പായും ഏതെങ്കിലും മനുഷ്യൻ ആ മണ്ണിലടിപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ദൗർഭാഗ്യവശാൽ ആ പരിശോധനയുടെ ലക്ഷ്യം. ആ പരിശോധനയുടെ അന്തിമ റിസൾട്ട് എൻഡ് റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഇന്നലെ രാത്രി നമുക്ക് അധിക സമയം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി മൊത്തം കാർവാർ MLA നേതൃത്വത്തിലുള്ള സംഘം, എസ്പിയുടെ സംഘം അവിടെ നിന്നുകൊണ്ട് ഇന്നലെ രാത്രി മുഴുവൻ ആ പരിശോധന, രാവിലെ വരെ ആ പരിശോധന എന്നുള്ളത് നമ്മൾ അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി വൈകി നമ്മൾ കാർവാർ MLA വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോണിൽ കിട്ടിയില്ല. അസാധ്യമായ മഴയായിരുന്നു. അസാധ്യമായ മഴയിൽ എന്തായാലും ആ ദൗത്യം അത്ര ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയില്ല എന്നാണ് സംശയിക്കുന്നത്. അല്പസമയത്തിനകം കാർവാർ MLA ഒന്ന് ഫോണിൽ വിളിച്ച് എന്തായി ആ ദൗത്യത്തിന്റെ അപ്ഡേറ്റ് എന്ന് ചോദിക്കാം എന്ന് കരുതുകയാണ് കൃഷിന. എന്തായാലും അതിശക്തമായ മഴ, ദുഷ്കരമായ കാലാവസ്ഥ, ദുഷ്കരമായ റെസ്ക്യൂ ഓപ്പറേഷൻ, ദുഷ്കരമായ തെരച്ചിൽ, കാര്യങ്ങൾ അങ്ങനെ പ്രതിസന്ധിയിൽപ്പെട്ട് തന്നെ നിൽക്കുന്നു കൃഷിന, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ശരി, ഷിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകരും കമന്റ് ബോക്സിലൂടെ പല കാര്യങ്ങളും, അവരുടെ പല സംശയങ്ങളും ആശങ്കകളും അവരുടെ പ്രതീക്ഷകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. ഡോൺ സെബാസ്റ്റ്യനും റിയാസ് അബുദാബിയും ഒക്കെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിനെക്കുറിച്ച് കമന്റ് പറയുന്നുണ്ട്. പക്ഷേ അത് ഹാഷ്മിയുടെ ഓഡിയോയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ PCR നിന്ന് നൽകുന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ആ ഓഡിയോ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ദൂരെ ഇരിക്കുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ അറിയാതെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത്.